എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷകളിൽ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള മുഴുവൻ സ്പെഷ്യൽ ടോപ്പിക് ക്വസ്റ്റ്യൻസുമാണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ അബ്കാരി നിയമപ്രകാരം ശരിയായത് ഏതാണ്? താഴെ പറയുന്നതിൽ അബ്കാരി നിയമപ്രകാരം ശരിയായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി. 23 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമല്ല. 23 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമല്ല. അബ്കാരി നിയമപ്രകാരം 23 വയസ്സ് തികഞ്ഞ ഏതൊരു വ്യക്തിക്കും മദ്യം ഉപയോഗിക്കാവുന്നതാണ്. ENA-യുടെ പൂർണ്ണനാമം എന്താണ്? ENA-യുടെ പൂർണ്ണനാമം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എന്നാണ് ENA-യുടെ പൂർണ്ണ നാമം. NDPS നിയമപ്രകാരം താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? NDPS നിയമപ്രകാരം താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി. കേരളത്തിൽ കഞ്ചാവ് കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ്. കേരളത്തിൽ കഞ്ചാവ് കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ്. NDPS നിയമപ്രകാരം കേരളത്തിൽ കഞ്ചാവ് കൈവശം വയ്ക്കുന്നത് കുറ്റകരമായ ഒരു കാര്യമാണ്. ഗേജിംഗ് എന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി. ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് സൂക്ഷിക്കുന്ന പാത്രങ്ങളുടെ അളവ് കണക്കാക്കുന്നതാണ് ഗേജിംഗ്. ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് സൂക്ഷിക്കുന്ന പാത്രങ്ങളുടെ അളവ് കണക്കാക്കുന്നതാണ് ഗേജിംഗ്. NDPS നിയമപ്രകാരം മജിസ്ട്രേറ്റിൻ്റെയോ ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ്റെയോ സാന്നിധ്യത്തിലല്ലാതെ മയക്കുമരുന്ന് കൈവശം സൂക്ഷിച്ചിരിക്കുന്ന ഒരാളുടെ ദേഹപരിശോധന നടത്തുകയാണെങ്കിൽ ദേഹപരിശോധന കഴിഞ്ഞ് എത്ര മണിക്കൂറിനുള്ളിൽ ആയതിൻ്റെ റിപ്പോർട്ട് ദേഹപരിശോധന നടത്തിയ ഉദ്യോഗസ്ഥൻ തൻ്റെ തൊട്ടു മുകളിലുള്ള മേലുദ്യോഗസ്ഥന് നൽകണം. NDPS നിയമപ്രകാരം മജിസ്ട്രേറ്റിൻ്റെയോ ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ്റെയോ സാന്നിധ്യത്തിലല്ലാതെ മയക്കുമരുന്ന് കൈവശം സൂക്ഷിക്കുന്ന ഒരാളുടെ ദേഹപരിശോധന നടത്തുകയാണെങ്കിൽ ദേഹപരിശോധന കഴിഞ്ഞ് എത്ര മണിക്കൂറിനുള്ളിൽ ആയതിൻ്റെ റിപ്പോർട്ട് ദേഹപരിശോധന നടത്തിയ ഉദ്യോഗസ്ഥൻ തൻ്റെ തൊട്ടു മുകളിലുള്ള മേലുദ്യോഗസ്ഥന് നൽകണം. ആൻസർ ഓപ്ഷൻ ബി. 72 മണിക്കൂർ. 72 മണിക്കൂർ. അബ്കാരി നിയമപ്രകാരം ഒരു വ്യക്തിക്ക് എത്ര ലിറ്റർ ചാരായം കൈവശം വയ്ക്കാൻ അനുവാദമുണ്ട്? അബ്കാരി നിയമപ്രകാരം ഒരു വ്യക്തിക്ക് എത്ര ലിറ്റർ ചാരായം വരെ കൈവശം വയ്ക്കാം? ആൻസർ ഓപ്ഷൻ ഡി. ചാരായം കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ്. അബ്കാരി നിയമപ്രകാരം ചാരായം കൈവശം വയ്ക്കുന്നത് കുറ്റകൃത്യമാണ്. ഒരാൾ തൻ്റെ സുഹൃത്തിൻ്റെ ജന്മദിനത്തിന് അംഗീകൃത മദ്യഷോപ്പിൽ നിന്നും ഒരു കുപ്പി മദ്യം വാങ്ങി സുഹൃത്തിന് സമ്മാനമായി നൽകി. അബ്കാരി നിയമപ്രകാരം താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി. 3ഉം 4ഉം. 3. മദ്യം സമ്മാനമായി നൽകാൻ പാടില്ല. 4. മദ്യം സമ്മാനമായി നൽകിയ ആളുടെ പേരിൽ കേസെടുക്കാം. താഴെ പറയുന്നവയിൽ കേരളത്തിൽ മദ്യഷോപ്പുകൾ അടച്ചിടുന്ന ദിവസം. കേരളത്തിൽ മദ്യഷോപ്പുകൾ അടച്ചിടുന്ന ദിവസം. ആൻസർ ഓപ്ഷൻ എ. മുകളിൽ പറഞ്ഞവയെല്ലാം. 1. മഹാത്മാഗാന്ധി ജയന്തി ദിനം. 2. ശ്രീനാരായണ ഗുരു ജയന്തി ദിനം. 3. ശ്രീനാരായണ ഗുരു സമാധി ദിനം. 4. മഹാത്മാഗാന്ധി ചരമദിനം. ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് മറ്റ് സ്പിരിറ്റുകളുമായി കലർത്തുന്നതിനെ അറിയപ്പെടുന്നത്. ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് മറ്റ് സ്പിരിറ്റുകളുമായി കലർത്തുന്നതിനെ അറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ സി. ബ്ലെൻഡിങ്. സ്പിരിറ്റ് മറ്റ് സ്പിരിറ്റുകളുമായി കലർത്തുന്നതിനെയാണ് ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. 1953 വിദേശ മദ്യ ചട്ടപ്രകാരം എക്സൈസ് കമ്മീഷണർ അനുവദിക്കുന്ന സ്പെഷ്യൽ ലൈസൻസായ FL6
ലൈസൻസിൻ്റെ നിലവിലെ ലൈസൻസ് ഫീസ് എത്രയാണ്? 1953 വിദേശ മദ്യ ചട്ടപ്രകാരം എക്സൈസ് കമ്മീഷണർ അനുവദിക്കുന്ന സ്പെഷ്യൽ ലൈസൻസായ FL6 ലൈസൻസിൻ്റെ നിലവിലെ ലൈസൻസ് ഫീസ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 50,000 രൂപ. 50,000 രൂപയാണ് എക്സൈസ് കമ്മീഷണർ അനുവദിക്കുന്ന സ്പെഷ്യൽ ലൈസൻസായ FL6ൻ്റെ നിലവിലത്തെ ലൈസൻസ് ഫീസ്. കേരളത്തിൽ വിൽപ്പനയ്ക്ക് അനുവദനീയമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമായ ജിൻ എന്ന മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിൻ്റെ വീര്യം എത്രയാണ്? കേരളത്തിൽ വിൽപ്പനയ്ക്ക് അനുവദനീയമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമായ ജീൻ എന്ന മദ്യത്തിലടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിൻ്റെ വീര്യം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 35 അപ്പ്. 35 അപ്പ് ആണ് ജിൻ എന്ന മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിൻ്റെ വീര്യം. കേരളത്തിലെ മറ്റ് വിദേശ മദ്യ ലൈസൻസുകൾക്ക് വിദേശ മദ്യം മൊത്ത വിൽപ്പന നടത്തുന്നതിനായി അനുവദിക്കുന്ന ലൈസൻസ് ഏതാണ്? കേരളത്തിലെ മറ്റ് വിദേശ മദ്യ ലൈസൻസുകൾക്ക് വിദേശ മദ്യം മൊത്ത വിൽപ്പന നടത്തുന്നതിനായി അനുവദിക്കുന്ന ലൈസൻസ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി FL9 ലൈസൻസ്. FL9 ലൈസൻസ് ആണ് കേരളത്തിലെ മറ്റ് വിദേശ മദ്യ ലൈസൻസുകൾക്ക് വിദേശ മദ്യം മൊത്ത വിൽപ്പന നടത്തുന്നതിനായി അനുവദിക്കുന്ന ലൈസൻസ്. COTPA ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്? COTPA ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ സി വകുപ്പ് 4. വകുപ്പ് 4 പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. COTPA ആക്ട് പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിർദ്ദിഷ്ട ദൂരപരിധിക്കുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള ദൂരപരിധി എത്രയാണ്? COTPA ആക്ട് പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിർദ്ദിഷ്ട ദൂരപരിധിക്കുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള ദൂരപരിധി എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 100 യാർഡ്. COTPA ആക്ട് പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 യാർഡിനുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നിരോധിച്ചിരിക്കുന്നു. ഇന്ത്യയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? ഇന്ത്യയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി 18 വയസ്സ്. 18 വയസ്സാണ് ഇന്ത്യയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി. കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷൻ ആയ വിമുക്തി മിഷൻ്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ ആരാണ്? കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷനായ വിമുക്തി മിഷൻ്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയാണ് ലഹരി വർജന മിഷൻ ആയ വിമുക്തി മിഷൻ്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ. വിമുക്തി മിഷൻ്റെ സൗജന്യ കൗൺസിലിങ്ങിനായി ഏർപ്പെടുത്തിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ ഏതാണ്? വിമുക്തി മിഷൻ്റെ സൗജന്യ കൗൺസിലിങ്ങിനായി ഏർപ്പെടുത്തിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 14405. 14405 ആണ് വിമുക്തി മിഷൻ്റെ സൗജന്യ കൗൺസിലിങ്ങിനായി ഏർപ്പെടുത്തിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ. കേരള സംസ്ഥാന സർക്കാർ ലഹരി വർജന മിഷനായ വിമുക്തി രൂപീകരിച്ചത് ഏത് വർഷമാണ്? കേരള സംസ്ഥാന സർക്കാർ ലഹരി വർജന മിഷനായ വിമുക്തി രൂപീകരിച്ചത് ഏത് വർഷമാണ്? ആൻസർ ഓപ്ഷൻ ബി 2016. 2016 കേരള സംസ്ഥാന സർക്കാർ ലഹരി വർജന മിഷനായ വിമുക്തി രൂപീകരിച്ചത്. 2000 വിവരസാങ്കേതിക നിയമപ്രകാരം ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ അയാളുടെ സ്വകാര്യ മേഖലയുടെ ചിത്രം മനഃപൂർവ്വമോ ബോധപൂർവമോ പകർത്തുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രേഷണം ചെയ്യുകയോ ചെയ്താൽ ലഭിക്കാവുന്ന ശിക്ഷ ഏത്? 2000 വിവരസാങ്കേതിക നിയമപ്രകാരം
ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ അയാളുടെ സ്വകാര്യ മേഖലയുടെ ചിത്രം മനഃപൂർവമോ ബോധപൂർവമോ പകർത്തുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രേഷണം ചെയ്യുകയോ ചെയ്താൽ ലഭിക്കാവുന്ന ശിക്ഷ ഏത്? ആൻസർ ഓപ്ഷൻ എ 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ പിഴയോ രണ്ടും കൂടിയോ. 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപയോ പിഴയോ രണ്ടും കൂടിയോ ആണ്. 2000-ലെ വിവരസാങ്കേതിക നിയമപ്രകാരം ഒരാൾ മറ്റേതെങ്കിലും വ്യക്തിയുടെ ഇലക്ട്രോണിക് ഒപ്പ്, പാസ്വേഡ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അനന്യമായ തിരിച്ചറിയൽ സവിശേഷത വഞ്ചനപരമായോ സത്യസന്ധതയില്ലാതെയോ ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കാവുന്ന ശിക്ഷ ഏതാണ്? 2000-ലെ വിവരസാങ്കേതിക നിയമപ്രകാരം ഒരാൾ മറ്റേതെങ്കിലും വ്യക്തിയുടെ ഇലക്ട്രോണിക് ഒപ്പ്, പാസ്വേഡ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അനന്യമായ തിരിച്ചറിയൽ സവിശേഷത വഞ്ചനപരമായോ സത്യസന്ധതയില്ലാതെയോ ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കാവുന്ന ശിക്ഷ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. കേരളത്തിൽ മദ്യപിക്കുന്നവർക്കും മദ്യം വാങ്ങുന്നവർക്കും നിയമപ്രകാരം ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? കേരളത്തിൽ മദ്യപിക്കുന്നവർക്കും മദ്യം വാങ്ങുന്നവർക്കും നിയമപ്രകാരം ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 23 വയസ്സ്. 23 വയസ്സാണ് കേരളത്തിൽ മദ്യപിക്കുന്നവർക്കും മദ്യം വാങ്ങുന്നവർക്കും നിയമപ്രകാരം ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രായം. താഴെ കാണുന്ന പ്രസ്താവനകളെക്കുറിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ ശരി ഏത്? താഴെ കാണുന്ന പ്രസ്താവനകളെക്കുറിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ ശരി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 1, 3, 4 എന്നിവ മാത്രം. 1, 3, 4 എന്നിവ മാത്രമാണ് ശരിയായിട്ടുള്ളത്. 1. ജനുവരി 30-ന് കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കണം. 3. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26-ന് കേരളത്തിൽ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കണം. 4. ദുഃഖവെള്ളി ദിനത്തിൽ കേരളത്തിൽ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കണം. പട്ടികയിലെ മദ്യ ഇനങ്ങളുടെ അളവ് സംബന്ധിച്ച് ചുവടെ കാണുന്ന ഓപ്ഷനുകളിൽ ശരി ഏതാണ്? പട്ടികയിലെ മദ്യ ഇനങ്ങളുടെ അളവ് സംബന്ധിച്ച് ചുവടെ കാണുന്ന ഓപ്ഷനുകളിൽ ശരിയായിട്ടുള്ളവ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 2ഉം 3ഉം മാത്രം ശരി. IMFL 3 ലിറ്ററാണ് കേരളത്തിൽ ഒരു വ്യക്തിക്ക് സൂക്ഷിക്കാവുന്ന പരമാവധി അളവ്. 3. ബിയർ 3.5 ലിറ്ററാണ് കേരളത്തിൽ ഒരു വ്യക്തിക്ക് സൂക്ഷിക്കാനാവുന്ന പരമാവധി അളവ്. കേരളത്തിൽ ചാരായം നിർമ്മിക്കുന്നതും വിൽപ്പനയും മറ്റും 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കുന്ന കുറ്റങ്ങളായി നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണ്? കേരളത്തിൽ ചാരായം നിർമ്മിക്കുന്നതും വിൽപ്പനയും മറ്റും 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കുന്ന കുറ്റകൃത്യങ്ങളായി നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി 1997. 1997 കേരളത്തിൽ ചാരായം നിർമ്മിക്കുന്നതും വിൽപ്പനയും മറ്റും 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും ലഭിക്കുന്ന കുറ്റങ്ങളായി നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം. NDPS ആക്ട് 1985 ബാധകമായ പ്രദേശം അഥവാ പ്രദേശങ്ങൾ ഏതെല്ലാം? NDPS ആക്ട് 1985 ബാധകമായ പ്രദേശം അഥവാ പ്രദേശങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങൾ. ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളും NDPS ആക്ട് 1985 ബാധകമാണ്. 2 കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തിയാൽ NDPS ആക്ട് 1985 പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ. 2 കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തിയാൽ NDPS ആക്ട് 1985 പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയുമാണ് 2 കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തിയാൽ NDPS ആക്ട് 1985 പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ. മീഥൈൽ ആൽക്കഹോളിൻ്റെ കെമിക്കൽ ഫോർമുല. മീഥൈൽ ആൽക്കഹോളിൻ്റെ
കെമിക്കൽ ഫോർമുല? ആൻസർ ഓപ്ഷൻ ഡി CH3OH. CH3OH ആണ് മീഥൈൽ ആൽക്കഹോളിൻ്റെ കെമിക്കൽ ഫോർമുല. കേരളത്തിൽ അനുമതിയുള്ള 50 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എത്ര പ്രൂഫ് ലിറ്റർ ആണ്? കേരളത്തിൽ അനുമതിയുള്ള 50 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എത്ര പ്രൂഫ് ലിറ്റർ ആണ്? ആൻസർ ഓപ്ഷൻ ബി 37.5. 37.5 ആണ് കേരളത്തിൽ അനുവദനീയമുള്ള 50 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ പ്രൂഫ് ലിറ്റർ. ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് ചട്ടങ്ങൾ പ്രകാരം അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാൽ എന്ത്? ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് ചട്ടങ്ങൾ പ്രകാരം അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാൽ എന്ത്? ആൻസർ ഓപ്ഷൻ സി 99.5% ഈഥൈൽ ആൽക്കഹോളും 0.5% വെള്ളവും അടങ്ങിയത്. ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് ചട്ടങ്ങൾ പ്രകാരം അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാൽ 99.5% ഈഥൈൽ ആൽക്കഹോളും 0.5% വെള്ളവും അടങ്ങിയതാണ്. കേരളത്തിലെ വിദേശ മദ്യ ഷാപ്പുകളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത്? കേരളത്തിലെ വിദേശ മദ്യ ഷാപ്പുകളെ പ്രവർത്തനത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ബി 1ഉം 3ഉം മാത്രം. 1. ശ്രീനാരായണ ഗുരുദേവൻ്റെ സമാധി ദിവസം വിദേശ മദ്യ ഷോപ്പുകൾ തുറന്നു പ്രവർത്തിക്കും. 3. മഹാത്മാഗാന്ധി ജനിച്ച ദിവസം വിദേശ മദ്യ ഷോപ്പുകൾ തുറന്നു പ്രവർത്തിക്കും. കേരള സർക്കാർ നികുതി വകുപ്പ് അംഗീകരിച്ച ടൂറിസം സെൻ്ററുകളിൽ പ്രവർത്തിക്കുന്ന FL3 ലൈസൻസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം. കേരള സർക്കാർ നികുതി വകുപ്പ് അംഗീകരിച്ച ടൂറിസം സെൻ്ററുകളിൽ പ്രവർത്തിക്കുന്ന FL3 ലൈസൻസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം. ആൻസർ ഓപ്ഷൻ എ രാവിലെ 10 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെ. രാവിലെ 10 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെയാണ് കേരള സർക്കാർ നികുതി വകുപ്പ് അംഗീകരിച്ച ടൂറിസം സെൻ്ററുകളിൽ പ്രവർത്തിക്കുന്ന FL3 ലൈസൻസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം. FL1 വിദേശ മദ്യ വിൽപ്പന സ്ഥാപനത്തിൽ നിന്നും ഒരാൾക്ക് ഒരു സമയം വില കൊടുത്തു വാങ്ങാവുന്ന വിദേശ മദ്യത്തിൻ്റെ കുറഞ്ഞ അളവ്. FL1 വിദേശ വിൽപ്പന സ്ഥാപനത്തിൽ നിന്നും ഒരാൾക്ക് ഒരു സമയം വില കൊടുത്തു വാങ്ങാവുന്ന വിദേശ മദ്യത്തിൻ്റെ കുറഞ്ഞ അളവ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി 180 ml. 180 ml ആണ് FL1 വിദേശ മദ്യവിൽപ്പന സ്ഥാപനത്തിൽ നിന്നും ഒരാൾക്ക് ഒരു സമയം വില കൊടുത്തു വാങ്ങാവുന്ന വിദേശ മദ്യത്തിൻ്റെ കുറഞ്ഞ അളവ്. താഴെ പറയുന്നതിൽ ഏത് പ്രസ്താവനയാണ് COTPA നിയമപ്രകാരം ശരിയായിട്ടുള്ളത്? താഴെ പറയുന്നതിൽ ഏത് പ്രസ്താവനയാണ് COTPA നിയമപ്രകാരം ശരിയായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ സി 2ഉം 3ഉം മാത്രം. 2. 18 വയസ്സ് തികയാത്ത ഒരാൾക്കും പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കരുത്. 3. പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യം നൽകുവാനോ പ്രസിദ്ധീകരിക്കുവാനോ പാടില്ല. COTPA നിയമപ്രകാരം എത്ര മുറികളുള്ള ഒരു ഹോട്ടലിൽ ആണ് സ്മോക്കിംഗ് ഏരിയ പ്രത്യേകം സജ്ജീകരിക്കേണ്ടത്? COTPA നിയമപ്രകാരം എത്ര മുറികളുള്ള ഒരു ഹോട്ടലിലാണ് സ്മോക്കിംഗ് ഏരിയ പ്രത്യേകം സജ്ജീകരിക്കേണ്ടത്? ആൻസർ ഓപ്ഷൻ ബി 30. COTPA നിയമപ്രകാരം 30 മുറികളുള്ള ഒരു ഹോട്ടലിലാണ് സ്മോക്കിംഗ് ഏരിയ പ്രത്യേകം സജ്ജീകരിക്കേണ്ടത്. സിഗരറ്റ് ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ കാണിക്കുന്ന മുന്നറിയിപ്പ് ചിത്രങ്ങൾ ഒരു സിഗരറ്റ് കവറിൻ്റെ പുറത്തുള്ള സ്ഥലത്തിൻ്റെ എത്ര ശതമാനം ഭാഗത്ത് പ്രദർശിപ്പിച്ചിരിക്കണം? സിഗരറ്റ് ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ കാണിക്കുന്ന മുന്നറിയിപ്പ് ചിത്രങ്ങൾ ഒരു സിഗരറ്റ് കവറിൻ്റെ പുറത്തുള്ള സ്ഥലത്തിൻ്റെ എത്ര ശതമാനം ഭാഗത്ത് പ്രദർശിപ്പിച്ചിരിക്കണം? ആൻസർ ഓപ്ഷൻ ബി 85%. 85%മാണ് സിഗരറ്റ് ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ കാണിക്കുന്ന മുന്നറിയിപ്പ് ചിത്രങ്ങൾ സിഗരറ്റിൻ്റെ കവറിൽ ഉണ്ടാകേണ്ടത്.
കേരളത്തിൽ മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും മയക്കുമരുന്നുകളുടെ ഉപഭോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനും ലക്ഷ്യമിട്ട് സർക്കാർ രൂപീകരിച്ച ലഹരിവർജന മിഷൻ. കേരളത്തിൽ മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും മയക്കുമരുന്നുകളുടെ ഉപഭോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനും ലക്ഷ്യമിട്ട് സർക്കാർ രൂപീകരിച്ച ലഹരിവർജന മിഷൻ. ആൻസർ ഓപ്ഷൻ സി വിമുക്തി. വിമുക്തിയാണ് കേരളത്തിൽ മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും മയക്കുമരുന്നുകളുടെ ഉപഭോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനും ലക്ഷ്യമിട്ട് സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷൻ. ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഐക്യരാഷ്ട്ര സംഘടനയുടെ 2021 ലഹരി വിരുദ്ധ ദിന സന്ദേശം ഏതാണ്? ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഐക്യരാഷ്ട്ര സംഘടനയുടെ 2021 ലഹരി വിരുദ്ധ സന്ദേശം ഏതാണ്? ആൻസർ ജീവൻ രക്ഷിക്കാൻ മയക്കുമരുന്നിനെ സംബന്ധിച്ച വസ്തുതകൾ പങ്കുവയ്ക്കുക. ജീവൻ രക്ഷിക്കാൻ മയക്കുമരുന്നിനെ സംബന്ധിച്ച വസ്തുതകൾ പങ്കുവയ്ക്കുക എന്നതായിരുന്നു 2021 ഐക്യരാഷ്ട്ര സംഘടനയുടെ ലഹരി വിരുദ്ധ ദിന സന്ദേശം. ഈ വർഷത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. 2025 ലഹരി വിരുദ്ധ ദിന സന്ദേശം ഏതാണ്? ഐക്യരാഷ്ട്രസഭയുടെ 2025 ലഹരി വിരുദ്ധ ദിന സന്ദേശം എന്താണ്? ആൻസർ പ്രിവെൻഷൻ, ട്രീറ്റ്മെൻറ്റ് ആൻഡ് ജസ്റ്റിസ് സിസ്റ്റം. പ്രിവെൻഷൻ, ട്രീറ്റ്മെൻറ്റ് ആൻഡ് ജസ്റ്റിസ് സിസ്റ്റം. ലഹരിക്കെതിരായ പ്രതിരോധ ചികിത്സയെക്കുറിച്ചും നീതിന്യായമായ സംവിധാനങ്ങളെക്കുറിച്ചും ബോധവാന്മാരാകുക. ലഹരിക്കെതിരായ പ്രതിരോധ ചികിത്സയെക്കുറിച്ചും നീതിന്യായമായ സംവിധാനങ്ങളെക്കുറിച്ചും ബോധവാന്മാരാകുക എന്നതാണ് 2025 ഐക്യരാഷ്ട്ര സംഘടനയുടെ ലഹരി വിരുദ്ധ ദിന സന്ദേശം. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 47 ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായ പ്രസ്താവന? ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 47 ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായ പ്രസ്താവന? ആൻസർ ഓപ്ഷൻ ഡി 1ഉം 3ഉം മാത്രം. 1. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി പാനീയങ്ങളുടെയും മരുന്നുകളുടെയും ഉപയോഗം സർക്കാരിന് നിരോധിക്കാൻ സാധിക്കും. 3. മദ്യനിരോധനം ഏർപ്പെടുത്താൻ സർക്കാരിന് സാധിക്കും. IT ആക്ട് 2000 സെക്ഷൻ 43A പ്രകാരം താഴെ പറയുന്നവയിൽ ആരാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥൻ? IT ആക്ട് 2000 സെക്ഷൻ 43A പ്രകാരം താഴെ പറയുന്നവയിൽ ആരാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥൻ? ആൻസർ ഓപ്ഷൻ ഡി 1ഉം 2ഉം 3ഉം. 1. കമ്പനി. 2. പാർട്ട്ണർഷിപ്പ് സ്ഥാപനം. 3. വ്യക്തി. ഒരു വ്യക്തി IT ആക്ട് 2000 സെക്ഷൻ 43 പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ സത്യസന്ധതയില്ലാതെയോ വഞ്ചനാപരമായോ ചെയ്യുകയാണെങ്കിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? ഒരു വ്യക്തി IT ആക്ട് 2000 സെക്ഷൻ 43 പറഞ്ഞിട്ടുള്ള കുറ്റങ്ങൾ സത്യസന്ധതയില്ലാതെയോ വഞ്ചനാപരമായോ ചെയ്യുകയാണെങ്കിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 3 വർഷം തടവും 5 ലക്ഷം രൂപ പിഴയും. 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ പിഴയുമാണ് സെക്ഷൻ 43 പ്രകാരം താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ലഭിക്കുന്നത്. അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകരമായ ഗൂഢാലോചന കുറ്റകൃത്യമാകുന്നത്? അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകരമായ ഗൂഢാലോചന കുറ്റകൃത്യമാകുന്നത്? ആൻസർ ഓപ്ഷൻ സി 55D. അബ്കാരി നിയമത്തിലെ 55D വകുപ്പ് പ്രകാരമാണ് കുറ്റകരമായ ഗൂഢാലോചന കുറ്റകൃത്യം ആകുന്നത്. അബ്കാരി നിയമപ്രകാരം എത്ര വയസ്സ് മുതലുള്ളവർക്കാണ് മദ്യം കൈവശം വയ്ക്കാനും ഉപയോഗിക്കുവാനും അനുവാദം ഉള്ളത്? അബ്കാരി നിയമപ്രകാരം എത്ര വയസ്സ് മുതലുള്ളവർക്കാണ് മദ്യം കൈവശം വയ്ക്കുവാനും ഉപയോഗിക്കുവാനും അനുവാദം ഉള്ളത്? ആൻസർ ഓപ്ഷൻ ഡി 23. അബ്കാരി നിയമപ്രകാരം 23 വയസ്സ് മുതലുള്ളവർക്കാണ് മദ്യം കൈവശം വയ്ക്കുവാനും ഉപയോഗിക്കുവാനും അനുവാദമുള്ളത്. താഴെ പറയുന്ന ദിവസങ്ങളിൽ ഏത് ദിവസമാണ് അബ്കാരി ആക്ട് പ്രകാരം ഡ്രൈ ഡേ ആയി വിജ്ഞാപനം ചെയ്തിട്ടുള്ളത്? താഴെ പറയുന്ന ദിവസങ്ങളിൽ
ഏത് ദിവസമാണ് അബ്കാരി ആക്ട് പ്രകാരം ഡ്രൈ ഡേ ആയി വിജ്ഞാപനം ചെയ്തിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ എ ദുഃഖവെള്ളിയാണ്. താഴെ പറയുന്ന ദിവസങ്ങളിൽ അബ്കാരി ആക്ട് പ്രകാരം ഡ്രൈ ഡേ ആയി വിജ്ഞാപനം ചെയ്തിട്ടുള്ളത്? താഴെ പറയുന്നതിൽ എക്സൈസ് വകുപ്പിൽ ഏത് ഉദ്യോഗസ്ഥനും അതിനു മുകളിൽ ഉള്ളവർക്കുമാണ് കള്ളുഷാപ്പുകളിൽ പരിശോധന നടത്തുവാൻ അധികാരമുള്ളത്? താഴെ പറയുന്നതിൽ എക്സൈസ് വകുപ്പിൽ ഏത് ഉദ്യോഗസ്ഥനും അതിനു മുകളിലുള്ളവർക്കുമാണ് കള്ളുഷാപ്പുകളിൽ പരിശോധന നടത്തുവാൻ അധികാരം ഉള്ളത്? ആൻസർ ഓപ്ഷൻ ബി എക്സൈസ് പ്രിവൻറ്റീവ് ഓഫീസർ മുതൽ മുകളിലേക്ക്. എക്സൈസ് പ്രിവൻറ്റീവ് ഓഫീസർ മുതൽ മുകളിലേക്കുള്ളവർക്കാണ് കള്ളുഷാപ്പുകളിൽ പരിശോധന നടത്തുവാൻ അധികാരമുള്ളത്. NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ നൽകുന്നത്? NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ നൽകുന്നത്? ആൻസർ ഓപ്ഷൻ ഡി 31A പ്രകാരമാണ് NDPS നിയമത്തിലെ വധശിക്ഷ നൽകുന്നത്. 15 കിലോഗ്രാം കഞ്ചാവ് കൈവശം വെച്ച് കടത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തിക്കെതിരെ NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്? 15 കിലോഗ്രാം കഞ്ചാവ് കൈവശം വെച്ച് കടത്തിക്കൊണ്ടുവരുന്ന ഒരു വ്യക്തിക്കെതിരെ NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി 20B(2)(b). 20B(2)(b). ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ പ്രകാരം റെക്ടിഫൈഡ് സ്പിരിറ്റ് റെക്ടിഫിക്കേഷനിലൂടെ റീഡിസ്റ്റിലൈസേഷനിലൂടെയോ വേർതിരിച്ചെടുക്കുമ്പോൾ ലഭിക്കുന്ന സ്പിരിറ്റ് അറിയപ്പെടുന്നത്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ പ്രകാരം റെക്ടിഫൈഡ് സ്പിരിറ്റ് റെക്ടിഫിക്കേഷനിലൂടെയോ റീഡിസ്റ്റിലൈസേഷനിലൂടെയോ വേർതിരിച്ചെടുക്കുമ്പോൾ ലഭിക്കുന്ന സ്പിരിറ്റ് അറിയപ്പെടുന്ന പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ന്യൂട്രൽ സ്പിരിറ്റ്. സ്പിരിറ്റ് പാനയോഗ്യമല്ലാതെയാക്കി മാറ്റുവാൻ താഴെ പറയുന്നതിൽ ഏത് വസ്തുവാണ് ഉപയോഗിക്കുന്നത്? സ്പിരിറ്റ് പാനയോഗ്യമല്ലാതാക്കുവാൻ താഴെ പറയുന്നവയിൽ ഏത് വസ്തുവാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. എ വോൾട്ട്, ബി ക്രൂഡ് പിരിഡിൻ, സി സ്പെൻഡ് വാഷ്. ഡിസ്റ്റിലറികളിൽ മദ്യനിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന മൊളാസീസുകൾ കടത്തിവിടുന്ന പൈപ്പുകളുടെ നിറം? ഡിസ്റ്റിലറികളിൽ മദ്യനിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന മൊളാസീസുകൾ കടത്തിവിടുന്ന പൈപ്പുകളുടെ നിറം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി നീല. ഡിസ്റ്റിലറികളിൽ മദ്യനിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന മൊളാസീസുകൾ കടത്തിവിടുന്ന പൈപ്പുകളുടെ നിറം നീലയാണ്. താഴെ പറയുന്നവയിൽ കേരളത്തിലെ മദ്യവിൽപ്പന അനുവദിച്ചുകൊണ്ടുള്ള വിവിധ ലൈസൻസുകൾ സംബന്ധിച്ച് ശരിയായത് ഏതാണ്? താഴെ പറയുന്നവയിൽ കേരളത്തിലെ മദ്യവിൽപ്പന അനുവദിച്ചുകൊണ്ടുള്ള വിവിധ ലൈസൻസുകൾ സംബന്ധിച്ച് ശരിയായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി FL4A ക്ലബ് ലൈസൻസ്, FL6 സ്പെഷ്യൽ ലൈസൻസ്, FL9 വിദേശ മദ്യ മൊത്ത വിൽപ്പന ലൈസൻസ്, FL11 ബിയർ ആൻഡ് വൈൻ പാർലർ ലൈസൻസ്. കേരളത്തിൽ വിദേശമദ്യ ചില്ലറ വിൽപ്പനശാല സ്ഥാപിക്കുന്നതിന് സ്കൂൾ അഥവാ കോളേജുകളിൽ നിന്ന് വേണ്ട ദൂരപരിധി എത്രയാണ്? കേരളത്തിൽ വിദേശമദ്യ ചില്ലറ വിൽപ്പനശാല സ്ഥാപിക്കുന്നതിന് സ്കൂൾ അഥവാ കോളേജുകളിൽ നിന്നും വേണ്ട കുറഞ്ഞ ദൂരപരിധി എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 200 മീറ്റർ. 200 മീറ്റർ ദൂരപരിധിയാണ് കേരളത്തിൽ വിദേശമദ്യ ചില്ലറ വിൽപ്പനശാല സ്ഥാപിക്കുന്നതിന് വേണ്ട ദൂരപരിധി. താഴെ പറയുന്നവയിൽ നിയമം മൂലം കേരളത്തിൽ മദ്യവിൽപ്പന നിരോധിച്ചിട്ടില്ലാത്ത ദിവസം ഏതാണ്? താഴെ പറയുന്നതിൽ നിയമം മൂലം കേരളത്തിൽ മദ്യവിൽപ്പന നിരോധിച്ചിട്ടില്ലാത്ത ദിവസം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആഗസ്റ്റ് 15. ആഗസ്റ്റ് 15 ആണ് താഴെ പറയുന്നവയിൽ നിയമം മൂലം കേരളത്തിൽ മദ്യവിൽപ്പന നിരോധിച്ചിട്ടില്ലാത്ത ദിവസം. പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചിരിക്കുന്നത് COTPA ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചിരിക്കുന്നത് COTPA ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ്?
ആൻസർ ഓപ്ഷൻ സി 4. COTPA ആക്ടിലെ വകുപ്പ് 4 പ്രകാരമാണ് പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചിരിക്കുന്നത്. സ്കൂൾ പരിസരത്ത് 100 യാർഡ് ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയാൽ COTPA ആക്ട് പ്രകാരം ചുമത്താവുന്ന കൂടിയ പിഴ എത്രയാണ്? സ്കൂൾ പരിസരത്ത് 100 യാർഡ് ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയാൽ COTPA ആക്ട് പ്രകാരം ചുമത്താവുന്ന കൂടിയ പിഴ എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 200 രൂപ. 200 രൂപയാണ് സ്കൂൾ പരിസരത്ത് 100 യാർഡ് ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയാൽ COTPA ആക്ട് പ്രകാരം ചുമത്താവുന്ന കൂടിയ പിഴ. ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന പുകയില ഉൽപ്പന്ന പാക്കറ്റിൽ എത്ര ശതമാനം സ്ഥലത്ത് പുകയില ഉൽപ്പന്നം ഉപയോഗിച്ചാലുണ്ടാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് മുന്നറിയിപ്പ് ഉണ്ടാകണം? ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന പുകയില ഉൽപ്പന്നത്തിൻ്റെ പാക്കറ്റിൽ എത്ര ശതമാനം സ്ഥലത്ത് പുകയില ഉൽപ്പന്നം ഉപയോഗിച്ചാലുണ്ടാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് മുന്നറിയിപ്പ് ഉണ്ടാകണം? ആൻസർ ഓപ്ഷൻ എ 85%. ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന പുകയില ഉൽപ്പന്ന പാക്കറ്റിൽ 85% സ്ഥലത്ത് പുകയില ഉൽപ്പന്നം ഉപയോഗിച്ചാലുണ്ടാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് മുന്നറിയിപ്പ് ഉണ്ടാകണം. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിന് നടപടികൾ സ്വീകരിക്കുവാൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്? ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിന് നടപടികൾ സ്വീകരിക്കുവാൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആർട്ടിക്കിൾ 47. ആരോഗ്യത്തിന് ഹാനികരമാവുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിന് നടപടികൾ സ്വീകരിക്കാൻ ഭരണഘടനയുടെ 47ാമത്തെ അനുച്ഛേദത്തിലാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വിമുക്തി മിഷൻ്റെ ഗവേണിംഗ് ബോഡി ചെയർമാൻ ആരാണ്? ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വിമുക്തി മിഷൻ്റെ ഗവേണിംഗ് ബോഡി ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയാണ് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വിമുക്തി മിഷൻ്റെ ഗവേണിംഗ് ബോഡി ചെയർമാൻ. കേരളത്തിൽ മദ്യ ഉപയോഗം അനുവദിച്ചിരിക്കുന്നത് എത്ര വയസ്സ് മുതലാണ്? കേരളത്തിൽ മദ്യ ഉപയോഗം അനുവദിച്ചിരിക്കുന്നത് എത്ര വയസ്സ് മുതലാണ്? ആൻസർ ഓപ്ഷൻ ബി 23. കേരളത്തിൽ മദ്യ ഉപയോഗം അനുവദിച്ചിരിക്കുന്നത് 23 വയസ്സ് മുതലാണ്. IT ആക്ട് 2000 പ്രകാരം സൈബർ തീവ്രവാദത്തിനുള്ള പരമാവധി തടവ് ശിക്ഷ എത്രയാണ്? IT ആക്ട് 2000 പ്രകാരം സൈബർ തീവ്രവാദത്തിനുള്ള പരമാവധി തടവ് ശിക്ഷ എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ജീവപര്യന്തം തടവ്. IT ആക്ട് 2000 പ്രകാരം സൈബർ തീവ്രവാദത്തിനുള്ള പരമാവധി തടവ് ശിക്ഷ ജീവപര്യന്തം തടവാണ്. IT ആക്ട് 2000 സെക്ഷൻ 77 പ്രകാരം ഡാഷ് തടവ് ശിക്ഷ പ്രതിപാദിച്ചിട്ടുള്ള കുറ്റങ്ങൾ ജാമ്യം ലഭിക്കാവുന്നവയാണ്. IT ആക്ട് 2000 സെക്ഷൻ 77B പ്രകാരം തടവ് ശിക്ഷ പ്രതിപാദിച്ചിട്ടുള്ള കുറ്റങ്ങൾ ജാമ്യം ലഭിക്കാവുന്നതാണ്. ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞതൊന്നുമല്ല.